ലൈഫിൽ ഇതുവരെ ഞാൻ ചെയ്തിട്ടില്ലാത്തൊരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ രാവിലെ തന്നെ സൽമാനി ഹോസ്പിറ്റലിലേക്ക് പോണത്. പോണ വഴിയിൽ ഞങ്ങളെ കസിനെയും കൂടെ കൂട്ടിയിട്ടോ. അവനും ഇങ്ങനെ ഒരു സംഭവം ആദ്യമായിട്ടാണ്. അപ്പോൾ വലിച്ചു നീട്ടാതെ കാര്യം എന്താന്ന് പറയാം. ആരുമില്ലാത്തവരെ ആരും ഉണ്ടാവരുതെന്ന ലക്ഷ്യത്തോടെ പലർക്കും പലതരത്തിലും താങ്ങും തണലുമായി കുറച്ച് വർഷങ്ങളായി ബഹ്റൈനിൽ പ്രവർത്തിച്ചു വരുന്ന ചാരിറ്റി സംഘടനയായ MM ടീമിനെ കുറിച്ച് ഇതിനു മുമ്പും ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. മലയാളി മനസ്സെന്ന MM ടീം സൽമാനി ഹോസ്പിറ്റലിൽ സംഘടിപ്പിച്ച ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പിൽ പങ്കാളിയായി ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടോ ഞങ്ങളവിടെ പോയത്. രക്തദാനം മഹാദാനം എന്നാണല്ലോ പറയപ്പെടുന്നത്. നമ്മുടെ ഒരു തുള്ളി രക്തം കൊണ്ട് ഒരു ജീവൻ രക്ഷപ്പെട്ടാൽ അതൊരു വലിയ കാര്യം തന്നെയാണല്ലേ. MM ടീമിന്റെ ഒരു മെമ്പറായ ജിനീഷ് ഏട്ടൻ എൻ്റെ ഹസ്ബൻഡിന്റെ ഫ്രണ്ടാണ്. അപ്പോൾ ജിനീഷ് ഏട്ടൻ വഴിയാണ് ഇങ്ങനെ ഒരു ക്യാമ്പ് നടക്കുന്ന വിവരം ഞങ്ങൾ അറിഞ്ഞത്. ഏട്ടൻ ഇതിന് മുന്നേ ബ്ലഡ് ഡൊണേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇപ്രാവശ്യം ഏട്ടൻ പോകണമെന്ന് പറഞ്ഞപ്പം ഒരുപാട് നാളായിട്ടുള്ള എൻ്റെ ഒരു ആഗ്രഹം കൂടിയാണ് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാന്നുള്ളത്. അപ്പോൾ ഇങ്ങനൊരു അവസരം കിട്ടിയപ്പോൾ ഞാനത് പാഴാക്കിയില്ല. ആദ്യമായിട്ടായതുകൊണ്ട് തന്നെ എനിക്കും എൻ്റെ കസിനും ചെറിയൊരു പേടിയും എക്സൈറ്റ്മെന്റ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങളുടെ 3 പേരുടെയും ബ്ലഡ് ടെസ്റ്റ് കഴിഞ്ഞപ്പം എല്ലാം ഓക്കെ ആയിരുന്നു. അതുകൊണ്ട് ഞങ്ങൾക്ക് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റി. അങ്ങനെ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ട് ഞാൻ ബ്ലഡ് ഡൊണേറ്റ് ചെയ്ത സന്തോഷത്തിൽ അവിടുന്ന് പുറത്തേക്ക് ഇറങ്ങിയ സമയത്ത് അത്ഭുതത്തോടെ ഞാൻ നോക്കിയൊരു മനുഷ്യനാണിത് സുരേഷ് സാറ്. രക്തദാനം ജീവിതവൃതമാക്കിയ സുരേഷ് സാർ എന്ന് വേണം പറയാൻ. സാർ ഇത് 59ാമത്തെ തവണയാണ് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുന്നത്. അങ്ങനെ അവിടെ വെച്ചിട്ട് സാറിന് പരിചയപ്പെടാൻ പറ്റിയതിലും ഒരുപാട് സന്തോഷം. പിന്നെ ഇവരെല്ലാവരും വളരെ ആത്മാർത്ഥമായിട്ട് MM ടീമിനകത്ത് പ്രവർത്തിക്കുന്ന മെമ്പേഴ്സ് ആണ് കേട്ടോ. ബ്ലഡ് ഡൊണേഷൻ വരുന്ന എല്ലാവരും സപ്പോർട്ട് ചെയ്ത് അവരെ കൂടെ തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു ഇവരെല്ലാവരും. MM ടീം നടത്തിയതുപോലുള്ള ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പുകൾ ശരിക്കും ഒരു ബോധവൽക്കരണമാണ്. ബ്ലഡ് ഡൊണേഷനുമായി ബന്ധപ്പെട്ട് വരുന്ന പലരുടെയും സംശയങ്ങളെ അകറ്റി രക്തദാനത്തെ പ്രോത്സാഹിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ബ്ലഡ് കൊടുത്ത് കഴിയുമ്പോൾ നമുക്ക് ക്ഷീണമൊന്നും വരാതിരിക്കാൻ കഴിക്കാൻ വേണ്ടിയിട്ട് അവിടുന്ന് ഒരു ഫുഡിന്റെ ബോക്സും കൂടി അവർ തരുന്നുണ്ട്. അങ്ങനെ അത് കഴിച്ചതിന് ശേഷം നല്ലൊരു കാര്യം ചെയ്യാൻ പറ്റിയ സന്തോഷത്തിൽ ഞങ്ങൾ അവിടുന്ന് മടങ്ങി.